മാത്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ജിയോമെട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഏരിയ, പരപ്പളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ. വ്യത്യസ്ത രീതിയിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അത് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയും, ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നൊക്കെ വിശദമാക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ ഓരോ ടോപ്പിക് വൈസായിട്ട് തന്നെ മാത്സിയോടിൽ നിന്ന് നിങ്ങളിലേക്ക് എത്തിക്കും. ഏരിയയുടെ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഏരിയ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്താൽ ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. പാരലൽ ലൈൻസുമായിട്ട് സമാന്തര വരകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ സമാന്തര വരകളിൽ നിന്ന് നമുക്ക് ലഭിക്കും. അതുകൊണ്ട് ഞാൻ സമയം കളയാതെ നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. റെക്റ്റാങ്കിൾ ആണ് ABCD എന്ന് പറയുന്നത്. ഒരു ചതുരമാണ്. ആ ചതുരത്തില് ഈ DQ എന്ന് പറയുന്നതും AP എന്ന് പറയുന്നതും നീളം തുല്യമാണ്. ഇവിടുന്ന് ഇവിടത്തേക്കും ഇവിടുന്ന് ഇവിടത്തേക്കും തുല്യമായിട്ടുള്ളത്. ഇതിന്റെ നീളം ABയുടെ നീളം 10 എന്ന് തന്നിട്ടുണ്ട്, 10. അതുപോലെ BC 6, 6 എന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ ഏരിയ, പരപ്പളവ് എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. പ്രിയപ്പെട്ട കുട്ടികളെ, ഇപ്പൊ നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ഭാഗം നമ്മൾ പഠിക്കാത്ത മോഡലാണ്. ഏരിയയിൽ പരപ്പളവില് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? ഒന്നുകിൽ ത്രികോണത്തിന്റെ പരപ്പളവ്, അല്ലെങ്കിൽ ചതുരത്തിന്റെ പരപ്പളവ്, അതായത് ട്രയാങ്കിളിന്റെ ഏരിയ, അല്ലെങ്കിൽ റെക്റ്റാങ്കിളിന്റെ ഏരിയ. ഇതാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ നമ്മൾക്ക് ഇവിടെ ഈ രൂപത്തിന് അങ്ങനെയുള്ള ഒരു പ്രത്യേകതയുമില്ല, അതായത് രണ്ടിലും പെടുന്നില്ല. അപ്പോഴാണ് നമുക്കിവിടെ നോക്കൂ, ഈ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, DQ = AP എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നിങ്ങോട്ട് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നോക്കിക്കോളൂ, ഇത് രണ്ടും തുല്യാണ്, ഇത് കുത്തനെയാണ് വരച്ചത്. ഇത് നമുക്കിതാ ഈ ചെറിയ ഒരു റെക്റ്റാങ്കിൾ നമുക്ക് കിട്ടും. ഈ ചെറിയ റെക്റ്റാങ്കിളിന്റെ നേരെ പകുതിയാണ് ഈ ചെറിയ ഭാഗത്തുള്ള ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം വരുന്നത്. നോക്കൂ, ഇതിന്റെ അതായത് ഞാൻ ഒന്നുകൂടെ അത് വേറെ വരച്ചാൽ ഇങ്ങനെ വരച്ചതില് ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ക്രോസിൽ വരച്ചാല് ഇതിന്റെ ഈ ചതുരത്തിന്റെ നേരെ പകുതിയാണല്ലോ ഇവിടെ വരുന്നത്. ഓക്കെ, അത് അപ്പൊ അതിന്റെ നമുക്ക് അവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ ഭാഗവും നമുക്ക് കിട്ടുന്നത് എന്താ? ഒരു റെക്റ്റാങ്കിൾ ആണ്. ഇങ്ങനെയുള്ള റെക്റ്റാങ്കിൾ. ആ റെക്റ്റാങ്കിൾ അതിനെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വരക്കാം. സെപ്പറേറ്റ് ആയിട്ട് ഇതേമാതിരി വരച്ചാല് നമുക്ക് എന്താണ് കിട്ടുന്നത്? ഇങ്ങനെയുള്ള ഈ വരയില് ഈ ഭാഗമാണ് നമുക്ക് ഷെയ്ഡ് ചെയ്ത് കിട്ടുന്നത്. അതായത് ഈ ഭാഗത്തിന്റെ ഈ വലിയതിന്റെ നേരെ പകുതിയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, അപ്പോൾ ഈ ഭാഗത്തിന്റെ പകുതിയാണ് ഇത്, ഈ ഭാഗത്തിന്റെ ഹാഫ് പകുതിയാണ് ഇത് വരിക. അങ്ങനെ വരുമ്പോൾ ഈ ആകെയുള്ള റെക്റ്റാങ്കിൾ, ഈ ചതുരത്തിന്റെ പകുതിയല്ലേ ഇത് വരിക? കാരണം ഇതിന്റെ പകുതി ഈ ഭാഗമായി, ഈ വലുതിന്റെ പകുതി ഇപ്പുറത്തെ ഷെയ്ഡ് ചെയ്ത ഭാഗമായി. ഓക്കെ, ഈ റെക്റ്റാങ്കിളും ഈ റെക്റ്റാങ്കിളും ചേർന്നാൽ നമുക്കൊരു സ്ക്വയർ, നമുക്കൊരു വലിയ റെക്റ്റാങ്കിൾ കിട്ടി. അതിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടുന്ന് ഇവിടത്തേക്ക് 10, അതായത് 10 ഉണ്ട്, ഇവിടത്തേക്ക് 6 ഉണ്ട്. അപ്പൊ അതിന്റെ ABCDയുടെ ഏരിയ നമുക്ക്, ഏരിയ എന്ന് പറഞ്ഞാൽ മലയാളത്തില് പരപ്പളവ്, നമുക്ക് എത്ര കിട്ടും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, നീളം ഇൻറ്റു വീതി, അതായത് 10 × 6 നമുക്ക് കിട്ടും 60 എന്ന് കിട്ടും. അപ്പൊ ഇവിടുന്ന് ഇവിടത്തേക്കുള്ളതിന്റെ 60 ആണ് വരുന്നത്. ആ 60നെ നമ്മൾ 2 കഷണങ്ങളാക്കി മാറ്റി ആ ഓരോ കഷണത്തിന്റെയും പകുതിയാണ് ഈ ഷെയ്ഡഡ് വരുന്നത്. അപ്പൊ ആകെയുള്ളതിന്റെ പകുതിയാണ് ഈ ഷെയ്ഡഡ് ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ഷെയ്ഡഡിന്റെ ഏരിയ എത്ര കിട്ടും? ഷെയ്ഡഡ് ഏരിയ നമുക്ക് കിട്ടും എത്രയാ നമുക്ക് വരിക? ഈ 60ന്റെ പകുതി, അത് എത്ര കിട്ടും നമുക്ക്? 30 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, ഐഡിയ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വലുതിനെ 2 പീസാക്കി കഴിയുമ്പോൾ ഇതിന്റെ പകുതിയാണ് ഇത്, ഇതിന്റെ പകുതിയാണ് ഇത്. ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചാൽ വലിയതായി. അപ്പൊ എന്താ? ഇത് രണ്ടും കൂടെ ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഏരിയയായി. അത് എത്രയാണ്? 60. അപ്പൊ അതിന്റെ ഇപ്പുറത്തേന്റെ പകുതി, ഇപ്പുറത്തേന്റെ പകുതി, ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്താൽ ഈ ഭാഗത്തിന്റെ ആയി. നമുക്ക് ആൻസർ കിട്ടും 30. ഓക്കെ,
നിങ്ങൾക്ക് അവിടെ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്. ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, ഒരു ചതുരമുണ്ട് ഇവിടെ. ആ ചതുരത്തില് ഈ ചതുർഭുജം ABCDയുടെ ചതുർഭുജം എന്ന് പറഞ്ഞാൽ ക്വാഡ്രിലാറ്ററൽ ABCD ക്വാഡ്രിലാറ്ററൽ ആണ്. ചതുരം ഒന്നല്ല, അത് റെക്ടാങ്കിൾ ഒന്നല്ല, ക്വാഡ്രിലാറ്ററൽ. അതിന് സൈഡുകൾക്ക് അതിന് അങ്ങനെ ഒരു പ്രത്യേകതയൊന്നുമില്ല. ഈ ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ, ഈ ചതുർഭുജത്തിന്റെ പരപ്പളവ്, അതായത് ഇതിന്റെ ഏരിയ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോ ഷെയ്ഡ് ചെയ്ത് വെച്ച ഇതിന്റെ ഏരിയയാണ് നമ്മളിപ്പോ കണ്ടുപിടിക്കേണ്ടത്. നോക്കൂ കുട്ടികളെ, ഇങ്ങനെയുള്ള ഒരു ഷേപ്പിന്റെ നമ്മൾ പഠിച്ചിട്ടില്ല. തൊട്ട് മുമ്പ് പറഞ്ഞ ചോദ്യത്തിൽ പറയുന്നത് പോലെ തന്നെ നമ്മൾ പഠിച്ചത് എന്തിന്റെയൊക്കെയാണ്? ഒന്നുകിൽ ട്രയാങ്കിളിന്റെ ഏരിയ, അല്ലെങ്കിൽ ചതുരത്തിന്റെ ഏരിയ, അതായത് റെക്ടാങ്കിളിന്റെ ഏരിയ ആണ് പഠിച്ചത്. അപ്പൊ ഇത് ഒരു റെക്ടാങ്കിൾ അല്ല, ചതുരമല്ല, ഇതൊരു ത്രികോണവും അല്ല, ട്രയാങ്കിളും അല്ല. ഓക്കെ, സമ്മതിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇത് ഇവിടത്തേക്ക് 2 ഉണ്ട്, ഇവിടത്തേക്കും 2 തന്നെയാണ്. അങ്ങനെയാവുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ ഇതിലൂടെ വരച്ചാല് ഇതെന്തായി മാറി? ഒരു ചതുരമായിട്ട് മാറി, റെക്ടാങ്കിൾ ആയിട്ട് മാറി. കാരണം എന്താ? ഈ വലിയത് എന്താണ്? ഒരു ചതുരാണ്, റെക്ടാങ്കിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതും 2 ഇതും 2 ആയതുകൊണ്ട് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇതെന്തായി? അതിന് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വരക്കാം. ഇങ്ങനെ വരച്ചിട്ട് നോക്കൂ കുട്ടികളെ, ഇങ്ങനെ വരച്ചിട്ട് ഇതും 2 ഇതും 2, ഇതെത്ര? 5ഉം 3ഉം, ഇവിടത്തേക്കുള്ള നീളം 8 അല്ലെ? 5ഉം 3ഉം 8 കിട്ടും. ഇവിടുന്ന് ഇവിടത്തേക്ക് 8, അതായത് ഇവിടുന്ന് ഇവിടത്തേക്ക് നമുക്ക് കിട്ടും 8 കിട്ടും. അങ്ങനെ ആകുമ്പോൾ ഈ ചതുരത്തിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഇതിന്റെ ഏരിയ, പരപ്പളവ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എത്ര? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, 8 ഇൻറ്റു 2 നമുക്ക് കിട്ടും 16. അങ്ങനെ ആകുമ്പോൾ അതിനകത്ത് ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലോ ഇവിടെ. അപ്പൊ ഈ ട്രയാങ്കിളിന്റെയും ഏരിയ നമുക്ക് കിട്ടും. എങ്ങനെയാണ് ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടുക? ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ചതുരത്തിന് അകത്ത് ഒരു ട്രയാങ്കിൾ വരുമ്പോ, കൂടാതെ ട്രയാങ്കിളിന്റെ സൈഡ് തന്നെ ആയിരിക്കണം റെക്ടാങ്കിളിന് വരുന്നുണ്ടാവുക. ഈ മുകളിലത്തെ ടോപ്പ് എവിടെയായിരിക്കണം? അതിന്റെ മറ്റേ സൈഡിലായിരിക്കണം. അങ്ങനെയാകുമ്പോൾ ഈ ചതുരത്തിന്, ഈ റെക്ടാങ്കിളിന് എത്ര ഏരിയ ഉണ്ടോ അതിന്റെ നേരെ ഹാഫ്, പകുതിയായിരിക്കും ഇതിന് വരിക. ശ്രദ്ധിക്കണേ, ഇതും ഈ ത്രികോണത്തിന്റെ താഴത്തെ വശം, സൈഡിന് കണക്കായിട്ട് തന്നെ റെക്ടാങ്കിളിന്റെ സൈഡ് വരിക. ട്രയാങ്കിളിന്റെ ടോപ്പ് വെർട്ടെക്സ്, ഈ മൂല എവിടെ വരിക? ഇതിന്റെ സൈഡിലും വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ആകെയുള്ള ഇതിന്റെ ഏരിയയുടെ നേരെ പകുതിയായിരിക്കും ഇത് വരിക. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഇപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് എത്ര കിട്ടും? ട്രയാങ്കിൾ ഞാനിവിടെ എഴുതാം. ഈ ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് കിട്ടും. ഇത് 16 അല്ലേ? ഇത് ടോട്ടൽ 16 ആയതുകൊണ്ട് എത്ര കിട്ടും? അതിന്റെ നേരെ പകുതി 8 എന്ന് കിട്ടും. ഓക്കെ, ഇനി രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വാ. നോക്കൂ, ഇവിടെയും നിങ്ങൾക്ക് എന്ത് കാണാൻ കഴിയും? രണ്ടാമത്തെ ഭാഗത്തിന് ഞാനിപ്പോ ഇവിടെ വരയ്ക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് 3 എന്ന് തന്നിട്ടുണ്ട്. 3, ഇതെത്ര? 4 4 8. മേലെ 8 ആയതുകൊണ്ട് താഴെ 8 തന്നെ ആയിരിക്കും. അപ്പൊ ഇതെത്ര വന്നു? 8 എന്ന് വന്നു. അപ്പൊ ഇതിന്റെ ഏരിയ നമുക്ക് എത്ര കിട്ടും? 8 ഇൻറ്റു 3 24. അതിന്റെ ഏരിയ, ഈ റെക്ടാങ്കിളിന്റെ ഏരിയ, ആ ചതുരത്തിന്റെ പരപ്പളവ് 24 കിട്ടി. അതിനകത്ത് വരുന്ന ഒരു ത്രികോണം കണ്ടോ? ഇതേമാതിരിയുള്ള ഒരു ത്രികോണം കണ്ടില്ലേ? ട്രയാങ്കിൾ കണ്ടില്ലേ? ഇവിടെ കണ്ടില്ലേ? അപ്പൊ എന്താണ് ഇത്? തലതിരിച്ചു വെച്ചാൽ ഇത് നേരത്തെ മാതിരി ആവൂലേ? ഇത് മാതിരി ആവുമല്ലോ ഇത് തലതിരിച്ചു വെച്ചാൽ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഏരിയയുടെ പരപ്പളവിന്റെ നേരെ പകുതിയായിരിക്കും ഇത് വരിക. ഇതിന്റെ എത്ര വന്നു? ഇതിന്റെ എത്ര വന്നു? 24. അപ്പൊ ഇത് എത്രയാ വരിക? 12. ഓക്കെ, ഇത് 12. ഇനി പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ വിഷമില്ലല്ലോ. മുകളിലത്തെ ഭാഗത്തിന് 8, താഴത്തെ ഭാഗത്തിന് 12. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ, കൂട്ടിയാൽ നമുക്കുള്ള ആവശ്യത്തിനുള്ളതായി. അപ്പൊ എന്തായിരിക്കും? ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ ഏരിയ, പരപ്പളവ് നമുക്ക് എത്ര കിട്ടും? 8ഉം 12. 8 + 12 നമുക്ക് കിട്ടും 20 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. സംഭവം മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. 8ഉം 12ഉം 20. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ, നമ്മൾ പഠിച്ചിരിക്കുന്നതിന്റെ ഏരിയ റെക്ടാങ്കിൾ, ചതുരത്തിന്റെ ഏരിയ, പരപ്പളവാണ്.
ത്രികോണത്തിന്റെ പരപ്പളവാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ പറഞ്ഞതിന് ത്രികോണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇതിനെ ഇവിടെ വരച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചിത്രം നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ ചിത്രത്തില് നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഫിഗറിന്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ ആംഗിള് റൈറ്റ് ആംഗിളിലാണ്, മട്ടകോണാണ്. ഈ ആംഗിള് റൈറ്റ് ആംഗിൾ ആണ്. ഈ ആംഗിള് റൈറ്റ് ആംഗിൾ ആണ്. 90 ഡിഗ്രി തന്നിട്ടുണ്ട്. പിന്നെ 40, 10, 40 എന്ന് പറഞ്ഞ സൈഡും തന്നിട്ടുണ്ട്. ഈ ആംഗിൾ തന്നിട്ടില്ല. ഈ സൈഡ് 6 ആണ്, ഈ സൈഡ് 8 ആണ്. ഇതുപോലുള്ള ഒരു രൂപത്തിന്റെ ഏരിയ, പരപ്പളവ്, ഇതിനകത്ത് വരുന്ന ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് നമ്മൾ പഠിക്കാത്ത ഒരു മോഡൽ ഉള്ള ചിത്രമാണ്. അപ്പൊ നമ്മൾ പഠിച്ചതിന്റെ ഏരിയയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ഈ ചോദ്യങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച രൂപങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് പഠിച്ചത് റെക്റ്റാങ്കിൾ ആണ്, ചതുരമാണ്. പിന്നെ പഠിച്ചത് ത്രികോണം, ട്രയാങ്കിൾ ആണ്. അപ്പൊ നോക്കിക്കോളൂ, ഇതിവിടെ 40, ഇവിടെ 40, ഇത് 90 എന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു വര ജോയിൻ ചെയ്യുകയാണ് എങ്കിൽ എന്തായി മാറി? ഈ രൂപം ഏതായി മാറി? ഒരു റെക്റ്റാങ്കിൾ, ചതുരമായി മാറി. അപ്പോൾ ഇതിന്റെ ആകെയുള്ള പരപ്പളവ്, ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിൽ നിന്ന് ഈ മുകളിലുള്ള ട്രയാങ്കിളിന്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ മുകളിലുള്ള ത്രികോണത്തിന്റെ പരപ്പളവ് കുറച്ച് കളഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം നമ്മൾക്ക് ആവശ്യമുള്ള ഇതുപോലുള്ള രൂപത്തിൻ്റെതായിട്ട് വരും. അതാണ് ഇവിടെ ഉപയോഗിക്കുന്ന ഐഡിയ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ആരെ കണ്ടുപിടിക്കാം? റെക്റ്റാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാം. അതായത് ചതുരത്തിന്റെ ഏരിയ, പരപ്പളവ് കണ്ടുപിടിക്കുക. അതെന്താ വരിക? റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ പരപ്പളവ് കേട്ടോ. പരപ്പളവ് അതെന്താണ് വരിക? നീളം ഇൻറ്റു വീതി. അപ്പൊ 10 ഉണ്ട് ഇവിടെ, 40 ഉണ്ട് ഇവിടെ. 40 ഇൻറ്റു 10. ഓക്കെ, ചതുരത്തിന്റെ അറിയാം. വേറെ മുമ്പിലത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. 40 ഇൻറ്റു 10 നമുക്ക് കിട്ടും 400 എന്ന് കിട്ടും. അതായത് ഇതിന്റെ ഫുൾ ഏരിയ കിട്ടി 400. 10 ഇൻറ്റു 40 ആയാലും കുഴപ്പമില്ല, 400, 400 തന്നെ കിട്ടും. ഇനി ഇതിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. പ്രിയപ്പെട്ട കുട്ടികളെ, അത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. കറക്റ്റ് അല്ലേ? ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് ഇങ്ങനെ വരക്കുമ്പോൾ എന്തായി? മട്ടത്രികോണമായി. അപ്പൊ ഇത് 90 ഡിഗ്രിയാണ്. ഇത് ഒരു സൈഡ് 6 ആണ്, മറ്റേ സൈഡ് 8 ആണ്. അപ്പൊ ഇതിന്റെ ഏരിയ, പരപ്പളവ് ത്രികോണത്തിന്റെ നമുക്കറിയാം ഹാഫ് BH എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? B എന്ന് പറഞ്ഞാൽ താഴത്തെ വശം, H എന്ന് പറഞ്ഞാൽ ഹൈറ്റ്. ഓക്കെ, ഈ ചെറിയ രണ്ട് വശങ്ങൾ. അപ്പൊ എന്താ വരിക? ഹാഫ് ഇൻറ്റു, പഠിച്ചു വെക്കണേ, 8 ഇൻറ്റു 6. 8ല് 2 4 തവണ പോയാൽ 4 6 നമുക്ക് കിട്ടും 24. അപ്പൊ ഇതിന്റെ ഏരിയ നമുക്ക് കിട്ടിക്കഴിഞ്ഞു 24. പഠിച്ചു നോക്കണേ, ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു 6. ഓക്കെ, അപ്പൊ 24 എന്ന് കിട്ടി. അപ്പൊ ഇത് 24 കിട്ടി. ഇത് ഫുള്ള് കിട്ടിയത് 400. അപ്പൊ ഇതിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അതെന്ത് ചെയ്താൽ മതി? 400ൽ നിന്ന് എത്ര സബ്ട്രാക്ട് ചെയ്താൽ മതി? 24. അപ്പൊ നമുക്ക് കിട്ടും 376 യൂണിറ്റ് ഉണ്ടാവും. അതില് ചതുരശ്ര സെന്റിമീറ്റർ ഉണ്ടാവാം, സ്ക്വയർ സെന്റിമീറ്റർ എന്ന് ഇംഗ്ലീഷിലും കാണും. അപ്പൊ നമ്പർ വരിക 376. അപ്പൊ നോക്കണം, ഇങ്ങനെ വരച്ചിട്ട് ഒരു ചതുരത്തിന്റെ കണ്ടുപിടിച്ചിട്ട് ഇത് കുറക്കുക എന്ന് പറയുന്ന വളരെ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇതില് ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയൊരു പിഴവ് ഉണ്ടായതുകൊണ്ട്, ചിത്രത്തിൽ ഉള്ള പിഴവ് ഉണ്ടായതുകൊണ്ട് ആ ക്വസ്റ്റ്യനിൽ ചെറിയ ഭേദഗതി വരുത്തിക്കൊണ്ടാണ് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ഈ ചിത്രത്തിൽ ഉള്ളത് 5 സമചതുരങ്ങളാണ്. അതായത് 5 സ്ക്വയേഴ്സ്. അതായത് ഇതൊരു സ്ക്വയർ ആണ്, ഇതൊരു സ്ക്വയർ 2, ഇത് ചെറിയ 3 സ്ക്വയർ, ചെറിയ 3 സമചതുരങ്ങൾ, 2 വലുത്, ചെറുത് 3. ഓക്കെ, ഇനി തന്നിരിക്കുന്ന ആകെയുള്ള കാര്യം എന്താണെന്നറിയോ? ഈ സ്ക്വയറിന്റെ ഏരിയ, ഷെയ്ഡ് ചെയ്തതിന്റെ ഏരിയ തന്നെ 144. അതായത് ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ ഏരിയ 144 ആയാല് ഇതിൻ്റെത് എത്ര വരും എന്നാണ് കണ്ടുപിടിക്കുന്നത്. ABCD എന്ന് പറയുന്നതിന്റെ ടോട്ടല് നമുക്ക് എത്ര വരും എന്നാണ് കണ്ടുപിടിക്കുന്നത്.
ഓക്കെ, അപ്പോ നിങ്ങൾക്ക് അറിയേണ്ട കാര്യം എന്താ, ഇതാകെ നമുക്ക് എത്ര കിട്ടിയത് 144 എന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിൽ നമുക്ക് ആരെ കണ്ടുപിടിക്കാൻ പറ്റും, അതിന്റെ സൈഡ് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഏരിയ എന്ന് പറഞ്ഞ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താ, സൈഡ് ഇൻറ്റു സൈഡ് ആണ്. എത്ര? 144. അപ്പൊ ഏത് കൊണ്ട് ഗുണിച്ചാലാണ് 144 കിട്ടുക? 12 കൊണ്ട് ഗുണിച്ചാലല്ലേ കിട്ടുക, അല്ലെ? സ്ക്വയർ അല്ലെങ്കിൽ √144. 144ന്റെ വർഗ്ഗമൂലം എടുക്കുക. വശത്തിന്റെ സ്ക്വയർ ആണ് 144 വരിക. അപ്പൊ വശം നമുക്ക് എത്ര കിട്ടി? 12 എന്ന് പറയുന്നത് കിട്ടും. ഇനി ഏരിയ 100 ആണെങ്കിൽ സൈഡ് വശം എത്ര കിട്ടും? 10. കാരണം എന്താ, 10 × 10 ആണ് 100 വരിക. ഒരേ നമ്പർ അല്ലേ വരിക. അപ്പൊ 10 ആയിരിക്കും വരിക. 144 12. അപ്പൊ ഒരു സൈഡ് നമുക്ക് കിട്ടിയത് 12 ആണ്. അപ്പൊ ഈ സൈഡ് കിട്ടിയത് 12 ആണ്, ഇതും കിട്ടിയത് 12 ആണ്. ഇത് 12 ആയതുകൊണ്ട് ഇതും എന്തായിരിക്കും? 12. കാരണം ഇത് രണ്ടും ഒരേപോലെയുള്ളതാണ്. കാരണം എന്താ പറഞ്ഞ 5 സമചതുരം എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ അതേ സൈഡ് തന്നെയല്ലേ ഇതിനും വരുന്നത്, രണ്ടിനും വരുന്നത് കോമൺ സൈഡ് അല്ലേ ഇത്. അപ്പൊ ഇതും 12 ആയിരിക്കും. ഇത് 12 ആയതുകൊണ്ട് ഇതും 12 ആയിരിക്കും. അപ്പൊ ഇനി എന്താ വേണ്ടത്? ഇവിടെ വരെയുള്ള ഏരിയ നമുക്ക് കിട്ടി. വേണമെങ്കിൽ 144 288 എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഓക്കെ, ഇനി ഇവിടുന്ന് ഇവിടത്തേക്ക് എത്ര വരും എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇത് ഇവിടത്തേക്ക് 24 ഉണ്ടല്ലോ. ഈ 24-നെയാണല്ലോ 3 കഷ്ണങ്ങളാക്കിയിട്ടുള്ളത്. അപ്പൊ 24-നെ 3 കഷ്ണങ്ങളാക്കിയാൽ ഒരു കഷ്ണത്തിന്റെ നീളം എത്ര വരും? 8 ആയിരിക്കുമല്ലോ. അപ്പൊ ഇത് 8, ഇത് 8, ഇത് 8. അപ്പൊ ഇത് 8 ആയതുകൊണ്ട് ഇതും എത്രയായിരിക്കും? 8 ആയിരിക്കും. സംശയമൊന്നുമില്ലല്ലോ, കാരണം സ്ക്വയർ അല്ലേ വരിക. ഇത് 24 ആയതുകൊണ്ടാണ് കുട്ടികളെ ഇത് എത്രയായത്? 8 വന്നിട്ട്. ഓക്കെ, 3 8 24 അല്ലേ വരിക. ഈക്വൽ ആയിരിക്കുമല്ലോ, സ്ക്വയർ അല്ലേ, സമചതുരല്ലേ താഴെയും പറഞ്ഞത്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ കണ്ടുപിടിക്കാൻ വിഷമമില്ല. എന്താണ് ഇതെത്ര വരില്ല? മുകളിൽ നീളം വരുന്നത് എത്ര? 12 ലെങ്ത് വരുന്നത്, റെക്ടാങ്കിളിന്റെ ലെങ്ത് വരുന്നത് എത്ര? 12 24 കിട്ടി. ഇനി ഇതെത്ര വരുന്നത് നോക്കിയാൽ അതിന്റെ ബ്രെഡ്ത്ത് എത്ര വരും? വീതി. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ വീതി, ലെങ്ത് എന്ന് പറഞ്ഞാൽ നീളം. ആരുടെ നീളമാണിത്? ഇത് റെക്ടാങ്കിള്. റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാല് ചതുരം. റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ ചതുരം. അപ്പൊ നീളം കിട്ടി എത്ര? 24. വീതി കിട്ടി. വീതി എത്ര കിട്ടിയ നമുക്കിപ്പം 12 8 20. അപ്പൊ ഇനി പ്രശ്നമില്ലല്ലോ, നീളവും വീതിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയില്ലേ. അപ്പൊ ഏരിയ നമുക്ക് എത്ര കിട്ടും? 24 × 20 480 എന്ന് പറയുന്ന അളവ് അതിന്റെ പരപ്പളവായിട്ട് വരും. ഓക്കെ, എത്ര മനോഹരമായ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ചിത്രത്തിന്റെ പ്രത്യേകത വെച്ചിട്ടാണ് ആ ക്വസ്റ്റ്യനിൽ അപാകതയുണ്ട് എന്ന് പറഞ്ഞത്. ഈ സ്ക്വയറിന് പകരം നമുക്ക് തന്നിരിക്കുന്ന ചിത്രത്തിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, അതൊരു ചതുരം പോലെ, റെക്ടാങ്കിൾ പോലെയുണ്ട് ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം. അത് സ്ക്വയർ ആണെന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആൻസർ കൃത്യമായിട്ട് കിട്ടും. 480. ഐഡിയ മനസ്സിലായി എന്ന് കരുതുന്നു. എന്ത് പഠിക്കണം? സമചതുരത്തിന്റെ ഏരിയയിൽ പരപ്പളവിൽ നിന്ന് വശം കണ്ടുപിടിക്കാൻ നിങ്ങൾ ആദ്യം പഠിക്കണം. വശം ഗുണിക്കുമ്പോഴാണ് സമചതുരത്തിന്റെ പരപ്പളവ് കിട്ടുക. ഓക്കെ, സ്ക്വയറിന്റെ സൈഡ് കിട്ടുക, സൈഡ് ഇൻറ്റു സൈഡ് ആയിരിക്കും. ഓക്കെ, സ്ക്വയറിന്റെ ഏരിയയിൽ നിന്ന് സൈഡ് കിട്ടാൻ സൈഡ് ഇൻറ്റു സൈഡ് ആയിരിക്കും ഏരിയ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ABCD എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ആണ്. ആ സ്ക്വയറിന്റെ ഏരിയ 36 ആണ്. അതായത് ABCD എന്ന് പറയുന്നത് ഒരു സമചതുരമാണ്. എല്ലാ വശങ്ങളും സൈഡും ഈക്വൽ ആയിട്ടുള്ളതാണ്. അതിന്റെ പരപ്പളവ് 36 സ്ക്വയർ സെന്റിമീറ്റർ അല്ലെങ്കിൽ ചതുരശ്ര സെന്റിമീറ്റർ ആണ്. കൂടാതെ പറഞ്ഞിരിക്കുന്നത് DQ അതേപോലെ PB ഈ ദൂരങ്ങള് ഒരു യൂണിറ്റ് ആണ്. അതായത് ഇവിടുന്ന് ഇവിടത്തേക്ക് 1 ഉണ്ട്, ഇവിടുന്ന് ഇവിടത്തേക്കും 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് ആവശ്യപ്പെട്ടിട്ടുള്ളത് എങ്കില് ഈ PQ എന്ന് പറയുന്ന സൈഡ് ഒരു സൈഡായിട്ട് വരുന്ന ഒരു സ്ക്വയറിന്റെ, ഞാൻ ചിത്രം ഇവിടെ വരക്കാം, ഇങ്ങനെയുള്ള ഒരു സ്ക്വയറിന്റെ, അതായത് സമചതുരത്തിന്റെ ഇതിന്റെ ഏരിയ എത്രയായിരിക്കും, ഇതിന്റെ പരപ്പളവ് എത്രയായിരിക്കും എന്നുള്ളതാണ്. ഈ സൈഡ്, ഈ PQ എന്ന് പറയുന്നത് ഒരു സൈഡായിട്ട് വരുന്ന ഒരു സ്ക്വയറിന്റെ ഏരിയ. അതായത് PQ എന്ന് പറയുന്നത്
ഒരു വശം ആയിട്ട് വരുന്ന സമചതുരത്തിന്റെ പരപ്പളവ് എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്കൂ കുട്ടികളെ, വളരെ ആലോചിച്ച് ചെയ്യേണ്ട ഒരു ചോദ്യമാണ് ഇത്. അപ്പോൾ പി ക്യു സൈഡായിട്ട് വരുന്നെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആകെ തന്നത് എന്താ? ABCD എന്ന് പറയുന്ന സ്ക്വയറിന്റെ ഏരിയ. ഇതിന്റെ ഏരിയ പരപ്പളവാണ് നമുക്ക് തന്നത് 36. ഇതിന്റെ ഏരിയ 36 ആണെങ്കിൽ സ്ക്വയർ ആയതുകൊണ്ട് ഇതിന്റെ ഒരു സൈഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താ? സൈഡിന്റെ സ്ക്വയർ അല്ലെങ്കിൽ സൈഡ് ഇൻറ്റു സൈഡാണ് 36. നീളവും വീതിയും തുല്യമാണല്ലോ സ്ക്വയറിന്, സമചതുരത്തിന് വരിക. അപ്പൊ സൈഡും മൾട്ടിപ്ലൈ ചെയ്താൽ 36 ആണ്. അപ്പൊ ഏതാണ് ആൻസർ വരിക? 6 × 6 അല്ലേ 36 വരിക. അപ്പൊ സൈഡ് നമുക്ക് കിട്ടി 6, 6 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടി. അപ്പൊ ഈ സൈഡ് ഉണ്ടാവുന്നത് 6 ആണ്. ഇത് ഫുൾ സൈഡ് 6 ആണ്. ഇത് ഫുൾ സൈഡ് ഇവിടുന്ന് ഇവിടത്തേക്ക് എടുത്താൽ നമുക്ക് എത്ര കിട്ടും? 6 സെന്റിമീറ്റർ. പിന്നെ നമുക്ക് അറിയേണ്ടത് ഇതിന്റെ നീളമാണ് അറിയേണ്ടത്. ഇതിന്റെ നീളം കണ്ടുപിടിക്കണമെങ്കിൽ വേറൊരു വഴിയൊന്നുമില്ല. കാരണം ഇതിന്റെ നീളം 1 കിട്ടിയിട്ടുണ്ട്, 1 ആണ്. ഇത് ഇവിടത്തേക്ക് വേണം കണ്ടുപിടിക്കാൻ പറ്റും. ഇത് 1 ആയതുകൊണ്ട് ഇവിടുന്ന് ഇവിടത്തേക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടുന്ന് ഇവിടത്തേക്ക് എത്ര ഉണ്ടാവുക? ടോട്ടൽ 6 അല്ലേ ഉള്ളത്. ഈ 1 കഴിച്ച ബാക്കി ഇവിടത്തേക്ക് എത്ര ഉണ്ടാവും? 5 ഉണ്ടാവും. ഓക്കെ, ഇവിടത്തേക്ക് വേണമെങ്കിൽ 5 ഉണ്ടാവും. ഈ നീളം 5 ആണ്, ഈ നീളം 1 ആണ്. ഓക്കെ, പക്ഷേ നമുക്ക് ഇവിടുന്ന് ഇവിടത്തേക്കാണ് വേണ്ടത്. അങ്ങനെ വരുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് ഒന്ന് ഇങ്ങനെ വരച്ചാല്, പ്രിയപ്പെട്ട കുട്ടികളെ, ഇത് 1 ആയതുകൊണ്ട് ഇതും 1 ആയിരിക്കുമല്ലോ. ഇത് 1 ആവുന്നതുകൊണ്ട് ഇതും 1 ആയിരിക്കും. നോക്കൂ, ഇവിടുന്ന് ഇവിടത്തേക്ക് ഇപ്പൊ എത്ര കിട്ടി? 5 കിട്ടിയല്ലോ. ഇത് 1 ആണ്. അപ്പൊ ഇവിടത്തേക്ക് 5 ആണ്. 5ൽ 1 കഴിച്ച ബാക്കി ഇത് എത്ര വരും? 4. നോക്കൂ, 1, 4, 5, 1, 6. ടോട്ടൽ 6 ആണുള്ളത്. ഇവിടത്തേക്ക് 6. കറക്റ്റ്. അപ്പൊ ഈ സൈഡ് നമുക്ക് കിട്ടി. നോക്കൂ, ഈ സൈഡ് കിട്ടി. ഇനി ഈ സൈഡ് നമുക്ക് കിട്ടുമല്ലോ. ഇത് 6 അല്ലേ. അപ്പൊ ഇതും എത്രയായിരിക്കും? 6. ഇത് കുത്തനെയുള്ള വര ഈക്വൽ ആണല്ലോ, ആയിരിക്കും. അപ്പൊ ഇനി ഞാൻ ഇത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണല്ലോ, ഒരു മട്ടത്രികോണാണല്ലോ ഇത് വരിക. ഇതിന് ഞാൻ വേറെ തന്നെ വരക്കാം. ദാ നോക്കൂ, വേറെ തന്നെ ഞാൻ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളതില് ഇത് 6, മനസ്സിലായില്ലേ? ഇത് 4. ഓക്കെ, അപ്പൊ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് 90 ഡിഗ്രി. അപ്പൊ ഇത് റൈറ്റ് ട്രയാങ്കിൾ മട്ടത്രികോണത്തില് ലംബ വശങ്ങൾ തന്നിട്ടുണ്ട്. അതിന്റെ കർണം അല്ലെ, അതിന്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഹൈപ്പോട്ടന്യൂസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇതിന്റെ രണ്ടിന്റെയും സ്ക്വയറുകള്, വർഗങ്ങൾ തമ്മിൽ കൂട്ടിയിട്ട് കിട്ടുന്നത് ഈ ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അപ്പോഴങ്ങനെയാണ് ഇതെങ്ങനെയാ കണ്ടുപിടിക്കുക? നോക്കൂ നിങ്ങൾ, ഇത് 6 ആണ്. 6ന്റെ സ്ക്വയർ എത്ര? 36. 6ന്റെ സ്ക്വയർ 36. 4ന്റെ സ്ക്വയർ എത്ര? 16. 36ഉം 16ഉം കൂട്ടി എത്ര കിട്ടും? 52. 36ഉം 16ഉം കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 52. പ്രിയപ്പെട്ട കുട്ടികളെ, ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 52 വന്നത് കൊണ്ട് ഇത് 52 വരുന്ന ഒരു സ്ക്വയറിന്റെ സൈഡാണ്. ശ്രദ്ധിക്കുക, ഇത് രണ്ടും കൂടി ഇതിന്റെ സ്ക്വയറും കൂട്ടി കിട്ടുന്ന വാല്യൂ ഇങ്ങനെ വരുന്ന സൈഡുള്ള, ഇങ്ങനെ വശമായിട്ട് വരുന്ന സമചതുരത്തിന്റെ പരപ്പളവാണ് വരിക. അത് കൃത്യമായിട്ട് നമ്മൾ 7th പഠിക്കുന്നുണ്ട്. അതായത് ഇതിന്റെ സ്ക്വയറും കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഇങ്ങനെ ഈ സൈഡ് വരുന്ന സ്ക്വയറിന്റെ ഏരിയ ആണ്. അപ്പോൾ ഈ സ്ക്വയറിന്റെ ഇങ്ങനെ വരുന്ന ഈ സ്ക്വയറിന്റെ ഏരിയ എത്ര കിട്ടും? ഇത് 36, ഇത് 16. അപ്പൊ 36ഉം 16ഉം കൂട്ടി നമുക്ക് എത്ര കിട്ടി? 52. അപ്പോൾ ഓപ്ഷനിൽ നിങ്ങൾക്ക് അവിടെ 52, 52 എന്ന് കാണാൻ കഴിയും. വളരെ സിമ്പിള്. അപ്പോൾ ഇങ്ങനെ വരക്കാൻ നമുക്ക് അറിയണം. ഒന്നാമത്തെ കാര്യം, ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്, ഇവിടെ ഉണ്ടായി എന്നറിയണം. രണ്ടാമത്തെ കാര്യം, റൈറ്റ് ട്രയാങ്കിളിന്റെ ഈ സൈഡ് കിട്ടി. ഈ സൈഡ് എങ്ങനെ കിട്ടിയെന്നറിയണം. 6ൽ 1 പോയി 5, 5ൽ 1 പോയി ബാക്കി 4. അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ റൈറ്റ് ട്രയാങ്കിളിന്റെ ആയിക്കഴിഞ്ഞാലും ശ്രദ്ധിക്കുക, ഇതിന്റെ സൈഡ് എ, ഇതിന്റെ സൈഡ് ബി ആണെങ്കിൽ ഈ ഇങ്ങനെ വരുന്ന ഒരു സ്ക്വയറിന്റെ ഈ ഏരിയ എന്ന് പറയുന്നത് എ സ്ക്വയറും ബി സ്ക്വയറും കൂട്ടുന്നതാണ്. അതുകൂടെ അറിഞ്ഞാൽ ഈ പ്രോബ്ലം തീർന്നു. ഇതിന്റെ സ്ക്വയറും കൂട്ടുന്നതാണ് ഇങ്ങനെ ഈ സൈഡായിട്ട് വരുന്ന സ്ക്വയറിന്റെ
ഏരിയ കിട്ടുക. ഈ സൈഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇതിന് നീളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഈ കണക്കിൽ ഇതിന്റെ നീളം എത്രയാണ് എന്ന് ചോദിച്ചു എന്ന് വിചാരിച്ചാൽ അതിന്റെ ആൻസർ വരല് 52ന്റെ വർഗ്ഗമൂലം റൂട്ട് ഓഫ് 52 ആയിരിക്കും. സൈഡ് ഏരിയ രണ്ടും കൂടെ സ്ക്വയർ കൂട്ടിയത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് അവിടെ ചിത്രം കാണാൻ കഴിയുന്നുണ്ട്. ആ ചിത്രം ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ചിത്രത്തില് ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിന്റെയും ഈ ചതുരത്തിന്റെയും പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം റേഷ്യോ എത്ര? അതായത് ഈ ഷെയ്ഡഡ് പോർഷൻ ഈസ് ടു ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷനും ഏരിയ ഓഫ് റെക്റ്റാങ്കിളും തമ്മിലുള്ള റേഷ്യോ എത്ര ആണെന്നാണ് ചോദ്യമുള്ളത്. ഓക്കെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ റെക്റ്റാങ്കിളിന്റെ പരപ്പളവിന്റെ പകുതി ആയിരിക്കുമല്ലോ അതിൽ വരുന്ന ത്രികോണത്തിന്റെ പരപ്പളവ് ഉണ്ടാവുക. ഒരു ചതുരത്തിന്റെ പരപ്പളവിന്റെ പകുതി ആയിരിക്കും അതിനകത്ത് ഈ രീതിയിൽ വരുന്ന ട്രയാങ്കിളിന്റെ ഏരിയ വരിക, റെക്റ്റാങ്കിളിന്റെ ഏരിയയുടെ ഹാഫ്. ഞാൻ ഒരു എക്സാമ്പിൾ വേണ്ടിയിട്ട് വളരെ ഈസിയായി നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഏരിയ ടോട്ടല് ഞാൻ 100 എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ഏരിയ, അതായത് റെക്റ്റാങ്കിൾ 100 ഏത് നമ്പർ എടുക്കാം കേട്ടോ. റെക്റ്റാങ്കിളിന്റെ ഏരിയ എത്ര വിചാരിക്കുന്നു? 100. അതായത് ചതുരത്തിന്റെ പരപ്പളവ് കരുതുന്നത് എത്രയാണ്? 100. എങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഏരിയ എത്രയുണ്ടാവും? 50 ആയിരിക്കുമല്ലോ ട്രയാങ്കിളിന്റെ ഏരിയ. ഈ ട്രയാങ്കിളിന്റെ ഏരിയ 50 ആവുമ്പോ ഈ രണ്ട് ഷെയ്ഡഡ് ഭാഗവും കൂടെ കൂട്ടിയാൽ 50 കിട്ടുമല്ലോ. അപ്പോ ട്രയാങ്കിളിന്റെ ഏരിയ ശ്രദ്ധിക്കുക, സിമ്പിൾ ആണ്, ഈക്വൽ ടു എത്ര കിട്ടും? 50. അപ്പോ ഷെയ്ഡഡിന്റെ ഏരിയ എത്ര കിട്ടും? ഷെയ്ഡഡിന്റെ ഏരിയ, ഷെയ്ഡ് ചെയ്തതിന്റെ ഏരിയ എത്ര കിട്ടും? ടോട്ടല് 50 കിട്ടും. കാരണം എന്താ? ഇത് രണ്ടും കൂടെ കൂട്ടി എല്ലാം ചേരുമ്പോഴല്ലേ ഈ ചതുരത്തിന്റെ 100 എന്നല്ലേ ഞാൻ പറഞ്ഞില്ലേ. ഇത് ഫുൾ 100 ആയതുകൊണ്ട് ഇത് 50 ആകുമ്പോ ഇത് രണ്ടും കൂട്ടിയ ബാക്കി 50 ആയിരിക്കണല്ലോ. അപ്പൊ നമ്മളോട് ചോദിച്ച ഇപ്പൊ എല്ലാത്തിന്റെ കിട്ടി നമുക്ക്. നോക്കൂ കുട്ടികളെ, ഇവിടെ നമുക്ക് കിട്ടിയ ട്രയാങ്കിളിന്റെ നമുക്ക് 50 കിട്ടി, ഷെയ്ഡിന്റെ നമുക്ക് 50 കിട്ടി. ചോദിച്ചത് എന്തൊക്കെയാണ്? ഷെയ്ഡഡ് ഏരിയയും ഷെയ്ഡ് ചെയ്ത പരപ്പളവും റെക്റ്റാങ്കിളിന്റെ ഏരിയയും തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇതിന്റെയും റേഷ്യോ. അപ്പൊ 50:100 കണ്ടുപിടിച്ചാൽ മതിയല്ലോ. 50:100 0 തടഞ്ഞാൽ നമുക്ക് 5:10 എന്ന് കിട്ടും. അതിനെ ചുരുക്കിയാൽ നമുക്ക് എത്ര കിട്ടും? ആൻസർ 1:2 എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ? ഇനി ഈ 100 തന്നെ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് എത്ര എടുക്കാം? 20 എടുക്കാം. ഇത് 20 എടുത്തു കഴിഞ്ഞാൽ ഇത് എത്ര വരും? 10 വരും. അപ്പൊ ബാക്കി ഷെയ്ഡ് ചെയ്ത് എത്ര വരും? 10 വരും. അപ്പൊ 10:, റെക്റ്റാങ്കിളിന്റെ ഏരിയ 20 അല്ലേ എടുത്തത്, അപ്പൊ 10:20. അപ്പൊ എത്ര കിട്ടും? 1:2. ഏത് നമ്പറും നിങ്ങൾക്ക് എടുക്കാം. അതൊരു ഇരട്ട നമ്പർ എടുക്കുന്നതാണ് നല്ലത്, ഈവൺ നമ്പർ. കാരണം അതിന്റെ പകുതിയിൽ ട്രയാങ്കിളിന് വരുള്ളൂ, അതുകൊണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും ഷെയ്ഡഡ് ഏരിയയും റെക്റ്റാങ്കിളിന്റെ ഏരിയയും തമ്മിലുള്ള റേഷ്യോ 1:2. ഇനി ഷെയ്ഡഡ് ഏരിയയും ട്രയാങ്കിളിന്റെ ഏരിയയും പറഞ്ഞല്ലോ. ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവും ത്രികോണത്തിന്റെ പരപ്പളവും പറഞ്ഞല്ലോ. എന്താ വരിക? 50:50. 50:50 അല്ലേ? ത്രികോണത്തിന്റെ പരപ്പളവ് 50, മറ്റേതിന്റെ എത്ര? ഷെയ്ഡിന്റെ എത്ര? 50. അപ്പൊ 50:50, 50:50, 1:1. പല കുട്ടികളും തെറ്റിക്കുന്നതാണ് ആ ചോദ്യം. ശ്രദ്ധിക്കണേ, ത്രികോണവും ഇതും ഷെയ്ഡ് ചെയ്തതും കൂടെ പരപ്പളവ് എടുത്തു കഴിഞ്ഞാൽ 50:50, 1:1. എന്നാൽ ട്രയാങ്കിളും റെക്റ്റാങ്കിളും അത് നിങ്ങൾക്കറിയാം, 1:2 എന്നറിയാം. അതേപോലെ തന്നെയാണ് ഷെയ്ഡഡ് ഏരിയയും റെക്റ്റാങ്കിളും തമ്മിലുള്ള ഏരിയ റേഷ്യോ വരുന്നത് 1:2. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ? ഓക്കെ, ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്. നമുക്ക് പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണേണ്ടതുണ്ട്. ഇപ്പൊ ഈ ചോദ്യങ്ങളിൽ നിങ്ങൾ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഒരു ചതുരത്തിനകത്ത് ഒരു ത്രികോണങ്ങൾ വരുമ്പോൾ ചതുരത്തിന്റെ നേരെ പകുതിയായിരിക്കും ത്രികോണത്തിന്റെ പരപ്പളവ് വരിക എന്നതിൽ ഏറ്റവും വലിയ ഒരു കാര്യമാണ്. അങ്ങനെ ഇല്ലാത്ത ചിത്രങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? ലൈനുകൾ വരച്ചിട്ട് ചതുരങ്ങളാക്കിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പ്രോപ്പർട്ടിയിൽ ഏരിയ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഏരിയ പരപ്പളവിൽ കണ്ടുപിടിക്കുന്നത് ചതുരത്തിന്റെ പരപ്പളവ് എങ്ങനെയാ കണ്ടുപിടിക്കുക അറിയണം. കൂടാതെ മട്ടത്രികോണത്തിന്റെയും ഏരിയ, ത്രികോണത്തിന്റെയും പരപ്പളവ് കണ്ടുപിടിക്കുന്ന എങ്ങനെയെന്ന് കൂടെ മനസ്സിലാക്കി വെച്ചാൽ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വരും.
നമുക്ക് പുതിയ ടോപ്പിക്കിൽ വീണ്ടും കാണാം. ബൈ.